ഹലോ, ഇങ്ങനെയാണ് റീഫിൽ പാർട്ണർ ആപ്പിൻ്റെ ഇൻ്റർഫേസ് വരുന്നത്. ഇതിൽ നമ്മൾ ERP ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ചെയ്ത ശേഷം ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്താണ് നമ്മൾ മെഷീനിലേക്ക് വെയർഹൗസിൽ നിന്ന് പ്രോഡക്ട്സ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അത് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിൽ വെയർഹൗസ്, മെഷീൻ, ഓർഡേഴ്സ്, ആക്ഷൻസ് 3-4 ടാബ്സ് ഉണ്ട്. നമ്മൾ മെയിനായിട്ട് നമുക്ക് ഡെയിലി യൂസ്ഫുൾ ആവുന്ന ഫീച്ചേഴ്സ് മാത്രമാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. ഇപ്പോൾ നമ്മൾ മെഷീൻസിലോട്ട് വരിക. ഇവിടെ മെഷീൻസ് രണ്ടാമത്തെ ആപ്ലിക്കേഷൻ, രണ്ടാമത്തെ ഫീച്ചേഴ്സ് മെഷീനിൽ വരിക. മെഷീനിൽ വരുമ്പോഴത്തേക്കും നമ്മൾ ഓൾറെഡി വെയർഹൗസ് ക്രിയേറ്റ് ചെയ്ത് കാരിത്താസ് ഫാർമസി വെയർഹൗസിലാണ് ക്രിയേറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അസോസിയേറ്റഡ് ആയിട്ടുള്ള കാരിത്താസ് എഡ്യൂസിറ്റി ഫാർമസി നമുക്ക് യൂസ് ചെയ്യാം. ഇതിപ്പോൾ ഇത്രയും മെഷീൻസ് ഇവിടെ കാണിക്കുന്ന റീസൺ നമ്മളിത് അഡ്മിൻ പേജ് ആയതുകൊണ്ടാണ്. ഇപ്പോൾ നിങ്ങളവിടെ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ വെൻഡിങ് മെഷീനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് മാത്രമേ ഇവിടെ കാണിക്കത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ കാരിത്താസ് എഡ്യൂസിറ്റി ഫാർമസി സെലക്ട് ചെയ്യാൻ പോവാണ്. ജസ്റ്റ് അതിൽ 3 ഓപ്ഷൻസ് ഉണ്ട്. ടാലി, ലൈഫ് സ്റ്റോക്ക്, റീഫിൽ പ്ലാൻ. ലൈഫ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അതിൽ ഓൾറെഡി ഇരിക്കുന്ന പ്രൊഡക്ട്സ് എന്താണ് നമുക്ക് ലൈവായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അറിയാൻ പറ്റും. നമ്മൾ പിറ്റേ ദിവസം റീഫിൽ ചെയ്യാൻ പോകുന്ന നേരത്ത് നമുക്ക് ഈ ലൈഫ് സ്റ്റോക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലൈഫ് സ്റ്റോക്ക് കാണാൻ പറ്റും. ഈ ലൈഫ് സ്റ്റോക്ക് നോക്കിയിട്ട് പ്രൊഡക്ട്സ് നമുക്ക് എടുക്കാൻ പറ്റും. ഇതിലിപ്പോൾ 5 എണ്ണം, ഇപ്പോൾ ഒന്നാമത്തെ ബിങ്കോയിൽ 2 എണ്ണേ ബാക്കിയുള്ളൂ എന്നുണ്ടെങ്കിൽ ഈ ലിസ്റ്റ് നോക്കിയിട്ട് നമുക്ക് പിറ്റേ ദിവസം പ്രോഡക്റ്റ് എടുക്കാൻ പറ്റും. മെഷീനിനകത്തോട്ട് പോകേണ്ട ആവശ്യമില്ല നോക്കാനായിട്ട്. അപ്പോൾ ഇതിൽ നേരെ ബാക്കി വന്നിട്ട് റീഫിൽ പ്ലാൻ. ഇതിൽ റീഫിൽ പ്ലാനിൽ ക്ലിക്ക് ചെയ്തു. റീഫിൽ പ്ലാനിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് തുടക്കത്തിൽ ഇവിടെ വെയർഹൗസ് സെലക്ട് ചെയ്യാൻ ചോദിക്കും. ചിലപ്പോൾ വെയർഹൗസ് ഓട്ടോമാറ്റിക്കായിട്ട് സെലക്റ്റഡ് ആവില്ല. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ കാരിത്താസ് ഫാർമസി വെയർഹൗസ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം താഴോട്ട് വരുമ്പോഴത്തേക്കും ഇതിൽ ട്രേ 1, ട്രേ 2, ട്രേ 3 എന്ന് ട്രേ 5, ട്രേ 6 വരെ കാണിക്കും. ഇതിൽ ട്രേ 1-ൽ 5 കോയിലുണ്ട്. 5 പ്രോഡക്റ്റ്സ് മാത്രമേ വെക്കാൻ പറ്റുള്ളൂ. ഇതുപോലെ തന്നെ ഇവിടെ 6 പ്രോഡക്റ്റ്സ് വെക്കാൻ പറ്റും. ഇവിടെ ട്രേ 3-ൽ 14 പ്രോഡക്റ്റ്സ് വെക്കാൻ പറ്റും. ട്രേ 4-ൽ 6 പ്രോഡക്റ്റ്സ് വെച്ച് വെക്കാൻ പറ്റും. ട്രേ 5-ൽ അതനുസരിച്ച് കോയിൽ വെച്ച് ഓരോ കോയിലനുസരിച്ച് പ്രോഡക്റ്റ്സ് ചേഞ്ച് ചെയ്യാൻ പറ്റും. ട്രേ 1-ൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എക്സാമ്പിളായിട്ട് കുറച്ച് പ്രോഡക്റ്റ്സ് ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ ട്രേ 1-ൽ ഫസ്റ്റ് ട്രേ 1-ൽ ഒന്നാമത്തെ കോയിലിരിക്കുന്നത് ബിങ്കോയുടെ ക്രീം ആൻഡ് ഒനിയൻ, ബിങ്കോ ഗ്രീൻ കളറിൽ ക്രീം ആൻഡ് ഒനിയനാണ് ഇരിക്കുന്നത്. നമുക്കത് ചേഞ്ച് ചെയ്ത് നോക്കാം. അത് ചേഞ്ച് ചെയ്യാനായിട്ട് ജസ്റ്റ് ഇടത്തേക്ക് സ്വൈപ്പ് ചെയ്യാം. ഇടത്തേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് ബ്ലോക്ക് ഓപ്ഷൻ ഉണ്ട്, സ്വാപ്പ് ഓപ്ഷൻ ഉണ്ട്. ബ്ലോക്ക് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ചില സമയത്ത് ഈ പ്രൊഡക്ട്സ് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ പ്രൊഡക്ട്സ് സെയിൽ ചെയ്യാൻ പറ്റില്ല. ഇത് ചില സമയത്ത് ആക്സിഡൻ്റലി ഇത് ബ്ലോക്ക്ഡ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ജസ്റ്റ് അൺബ്ലോക്ക് ചെയ്താൽ മതി. ബ്ലോക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരു സിമ്പിൾ കാണിക്കും. ജസ്റ്റ് അൺബ്ലോക്ക് ചെയ്താൽ മതി. നമുക്ക് ആവശ്യമുള്ളത് ഈ സ്വാപ്പ് എന്നുള്ള ഫീച്ചറാണ്. ഇതിൽ സ്വാപ്പിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യാൻ പറ്റും. ഇതിൽ സെർച്ച് ഓപ്ഷൻ വന്നിട്ട് നമുക്കിപ്പോൾ ഗ്രീനാണ് അവിടെ ഇരിക്കുന്നത്. നമുക്കത് മാറ്റിയിട്ട് ബിങ്കോ ടൊമാറ്റോ വെക്കണം, റെഡ്. ജസ്റ്റ് ടൊമാറ്റോ വെച്ച് റീപ്ലേസ് കൊടുത്തു. അതിനുശേഷം നമ്മൾ രണ്ടാമത്തെ കോയിൽ അതിനുള്ളിൽ നമുക്കത് ഓൾറെഡി ഇപ്പം ബിങ്കോയുടെ ടൊമാറ്റോ റെഡാണ് ഇരിക്കുന്നത്. ജസ്റ്റ് നമുക്കത് സ്വൈപ്പ് ചെയ്ത് സെയിം രീതിയിൽ തന്നെ സ്വാപ്പ് കൊടുക്കുന്നു. സെർച്ച് സെലക്ട് കൊടുക്കുന്നു. സെർച്ചിൽ വന്നിട്ട് നമുക്കത് ഗ്രീൻ ആക്കണം. ബിങ്കോ നമ്മൾ ക്രീം ആൻഡ് ഒനിയൻ ആക്കുന്നു. ജസ്റ്റ് റീപ്ലേസ് കൊടുക്കുന്നു. സെയിം ഈ 2 കോയിൽ നമ്മൾ റീപ്ലേസ് ചെയ്തു. മൂന്നാമത്തെ കോയിൽ നമ്മൾ എക്സാമ്പിളായിട്ട് ചെയ്യുകയാണെങ്കിൽ ബിങ്കോയുടെ മാടാങ്കിളുടെ അച്ചാറി മസ്തിയാണ് ഇരിക്കുന്നത്. ഇത് നമുക്ക് വേറെ കുറച്ച് ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. അത് നമുക്ക് ആ ഫീച്ചർ വെച്ചിട്ട് ഇത് ചേഞ്ച് ചെയ്യാം. ഇതിൽ ലെഫ്റ്റിലേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ ബ്ലോക്ക്, സ്വാപ്പ് എന്ന ഓപ്ഷൻ ഉള്ളതുപോലെ തന്നെ റൈറ്റിലേക്ക് സ്വൈപ്പ് ചെയ്യുകയാണെങ്കിൽ ഡിലീറ്റ്, ഡെപ്ത്, എക്സ്പയറി എന്നുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രൊഡക്റ്റ് ഫുള്ളായിട്ട് ഡിലീറ്റ് ചെയ്തിട്ട് ഫ്രഷ് ആയിട്ട് പുതിയ പ്രൊഡക്റ്റ് ആഡ് ചെയ്യാൻ പറ്റും. ഡെപ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓരോ കോയിലിലും ഓരോ ഡെപ്ത് ഉണ്ട്. ഇപ്പോൾ ടോപ്പിലിരിക്കുന്ന കോയിൽ 5 പ്രോഡക്റ്റ്സ് വെക്കുന്ന 5 കോയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെപ്ത് ചേഞ്ച് ചെയ്ത് 6 കോയിലാണ് ആക്കാൻ പറ്റും. 6 കോയിലാക്കുമ്പോൾ 6 കോയിൽ ഫിസിക്കലി നമ്മൾ 6 പ്രോഡക്റ്റ്സ് വെക്കാൻ പറ്റുന്ന കോയിൽ അവിടെ ഇൻസ്റ്റാൾ ചെയ്യണം. ഇവിടെ നമ്മുടെ ഡെപ്ത് 7 ആയാലും അവിടെ വെക്കുന്ന കോയിലിൻ്റെ എണ്ണവും 7 ആയിരിക്കണം. അങ്ങനെയാണ് നമ്മൾ ഡെപ്ത് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ കിടക്കുന്ന ഡെപ്തിൽ തന്നെ ഇവിടെ കടന്നോട്ടെ. അതിൽ നമ്മളിപ്പോൾ ചേഞ്ച് ചെയ്തില്ല. എക്സ്പയറി ഇപ്പോൾ നമ്മൾ ചേഞ്ച് ചെയ്തില്ല. കൂടുതൽ ഫീച്ചേഴ്സ് നമ്മൾ ചെയ്യുന്നില്ല. തൽക്കാലം ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് മാത്രമേ നമ്മളിപ്പോൾ നോക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് വേണ്ടതൊരു ഫീച്ചറാണ് ഡിലീറ്റ് എന്നുള്ളത്. ജസ്റ്റ് ചില സമയത്ത് പ്രൊഡക്ട്സ് ഒക്കെ ലോക്ക്ഡ് എന്നൊക്കെ പറഞ്ഞ് കാണിക്കുകയാണെന്ന് ജസ്റ്റ് ഡിലീറ്റ് ചെയ്തിട്ട് വീണ്ടും ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഈ പ്രശ്നം ഉണ്ടാവില്ല. ജസ്റ്റ് ഇതിൽ വന്നിട്ട് ഈ പ്രൊഡക്റ്റ് നമ്മൾ സ്വൈപ്പ് ചെയ്ത് ഡിലീറ്റ് ചെയ്തു. ഡിലീറ്റ് ചെയ്ത ശേഷം അപ്പോൾ ഇവിടെ
ഇങ്ങനെയൊരു ഓപ്ഷനാണ് കാണിക്കുന്നത്. ക്ലിക്ക് ടു ആഡ് പ്രൊഡക്റ്റ്. ഓൾറെഡി ഡിലീറ്റഡ് ആയ അവിടെ പ്രൊഡക്ട്സ് ഒന്നുമില്ല. സെയിം ലൈക്ക് നമ്മൾ ട്രേ 3 കണ്ടില്ലേ, പ്രൊഡക്ട്സ് ഒന്നുമില്ല, ഫുൾ എല്ലാം ഒരു ഡിഫോൾട്ട് സ്റ്റൈലിൽ കിടക്കുന്നത്. നമുക്കിവിടെ സെയിം ക്ലിക്ക് ചെയ്ത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഇവിടെയാണ് മൂന്നാമത്തെ കോയിലിലും പ്രോഡക്റ്റ് ഒന്നുമില്ല, ഇവിടെ ജസ്റ്റ് ബ്ലാങ്ക് ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് സെയിം പോലെ തന്നെ ക്ലിക്ക് ചെയ്യുക, സെലക്ട് കൊടുക്കുക, സെർച്ച് കൊടുക്കുക. നമുക്കിപ്പോൾ ഇവിടെ അച്ചാറി ബെസ്റ്റാണ് ഇരുന്നത്. നമുക്കിവിടെ തൽക്കാലം അവിടെ ഒരു റെഡ് വെക്കാം. ബിഗോട് റെഡ് എടുക്കുന്നു. ഓൾറെഡി റെഡ് വെച്ചിട്ടുണ്ട്. ഇത്രയും പ്രൊഡക്ട്സ് നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യാനുള്ളത് എന്ന് വെച്ചാൽ പ്രൊഡക്ട്സിൻ്റെ റീഫിൽ കൊടുക്കാം. സെയിം ഇതുപോലെ തന്നെ താഴോട്ട് വന്നിട്ട് താഴെ ഒരു എക്സാമ്പിൾ കാണിക്കാം. താഴോട്ട് വന്നിട്ട് ട്രേ 2ലും സെയിം നമ്മൾ ഏതെങ്കിലും ഒരു പ്രൊഡക്ട്സ് ഇത് കൊടുക്കുന്നു, സ്വൈപ്പ് ചെയ്യുന്നു. ഡാർക്ക് ചോക്കോഫിൽസ് ആണ് ട്രേ 2ൽ രണ്ടാമത്തെ കോയിൽ ഡാർക്ക് ചോക്കോഫിൽസ് കിടക്കുന്നു. നമ്മൾ സ്വാപ്പ് ചെയ്തിട്ട് നമ്മൾ തൽക്കാലം ഒരു ബോബ്സ് മാജിക്കിന് ഒരു ബിസ്ക്കറ്റ് ബോബ്സ് മാജിക് 20 ഇത് നമ്മൾ വെക്കുന്നു. ജസ്റ്റ് റീപ്ലേസ് ചെയ്യുന്നു രണ്ടാമത്തെ കോയിൽ. നമ്മളിപ്പോൾ നോക്കിക്കൊണ്ട് ഓരോ പ്രൊഡക്ട്സ് എടുത്ത് കഴിയുമ്പോഴും നമ്മൾ രണ്ടാമത് ആഡ് ചെയ്യുന്നത് സെയിം ട്രേയിൽ തന്നെയാണ് ആഡ് ചെയ്യുന്നത്. എപ്പോഴും ശ്രദ്ധിച്ചോണം, ഇവിടെ ട്രേ 4ൽ തന്നെയാണ് നമ്മൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ ആക്സിഡൻ്റലി പേജ് മാറിപ്പോവും, ട്രേ 5ലായിരിക്കും. നമ്മൾ ശ്രദ്ധിക്കാതെ വീണ്ടും പ്രൊഡക്ട്സ് ആഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ ആഡ് ആവാതെ എപ്പോഴും ശ്രദ്ധിച്ചോണം. ഇപ്പോൾ നമുക്ക് പ്രോഡക്റ്റ് ചേഞ്ച് ഇത് ട്രേ 4 നമ്മൾ ചെയ്തു, നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ അൺഡു കൊടുത്താൽ മതി. അൺഡു കൊടുത്താൽ തിരിച്ചു പോയിക്കോളും. ഇവിടെ 2 ഓപ്ഷൻ ഉണ്ട് നമുക്കിത് ഫുള്ള് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഈ നാലാമത്തെ ട്രേ ഒന്നെങ്കിൽ നമുക്ക് ഇപ്പോൾ പ്രോഡക്ട്സ് എല്ലാം ആഡായി, നമുക്കിതെല്ലാം ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ റീഫിൽ ഫുൾ ട്രേ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഇത് കൊടുക്കുമ്പോൾ ആ ട്രേ ഫുള്ള് ഫില്ലാവും. 6 കോയിലുള്ളതിന് 6 പ്രൊഡക്ട്സും ഫില്ലാവും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഓപ്ഷനാണ് ഇവിടെ വരിക. ഇവിടെ വന്നിട്ട് ഇപ്പോൾ നമ്മൾ ട്രേ 1 നമ്മൾ റീഫിൽ ഫുൾ ട്രേ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ളാവും. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സ്ഥലത്ത് നമുക്ക് വേണമെങ്കിൽ ഈ പ്ലസ് കൊടുക്കാം. പ്ലസ് കൊടുത്തിട്ട് 1 2 3 4 5 6 ഇങ്ങനെ കൊടുക്കാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ ഈസി വേ ആണ്, ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റും. റീഫിൽ ഫുൾ ട്രേ കൊടുത്താൽ ആ ട്രേ ഫുള്ളാവും. ഇതിന് ഏറ്റവും മുകളിൽ ഒരു ഓപ്ഷനുണ്ട്, റീഫിൽ ഫുൾ മെഷീൻ ഒരു ഓപ്ഷനുണ്ട്. ഇത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം ഫുള്ള് ഫില്ലാവും. പക്ഷേ അവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സപ്പോസ് ചില സമയത്ത് നമുക്ക് ആ ഒരു ട്രേ ഫുള്ളായിരിക്കില്ല. ചില സമയത്ത് ചിലപ്പോൾ 2-3 പ്രൊഡക്ട്സ് കുറവായിരിക്കും നമ്മൾ വെക്കുന്നത്. അപ്പോൾ നമ്മൾ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് റീഫിൽ ഫുൾ ട്രേ കൊടുക്കുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഫില്ലാവും. അപ്പോൾ ശരിക്കും ചില പ്രൊഡക്ട്സ് അത്രയും ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ക്വാണ്ടിറ്റി നമ്മുടെ കൗണ്ട് തെറ്റിപ്പോവും. പിറ്റേ ദിവസം വന്ന് കൗണ്ട് നോക്കുമ്പോൾ ഈ കൗണ്ട് തെറ്റാണെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രൊഡക്ട്സ് ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും ചെയ്യുമ്പോൾ റീഫിൽ ഫുൾ മെഷീൻ കൊടുക്കാതെ ഓരോ ട്രേ ബൈ ട്രേ ആയിട്ട് റീഫിൽ ഫുൾ ട്രേ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഓർമ്മയുണ്ടാവും ഏതൊക്കെയാണ് കൊടുക്കേണ്ടത് ഏതൊക്കെയാണ് കൊടുക്കേണ്ടാത്തതൊക്കെ. ചിലത് നമുക്ക് മാനുവലായിട്ട് ഇങ്ങനെ കുറയ്ക്കാൻ പറ്റും. എന്നിട്ട് റീഫിൽ ഫുൾ ട്രേ കൊടുക്കാതെ മാനുവലായിട്ട് ഇത് ചെയ്യുന്നതായിരിക്കും ചില സമയത്ത് നല്ലത്. ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ ഇത്രയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ജസ്റ്റ് അൺഡു സ്വാപ്പി കൊടുക്കും. നമുക്കിവിടെ ആവശ്യമില്ലാത്തതുകൊണ്ട് തൽക്കാലം അൺഡു സ്വാപ്പി കൊടുക്കുന്നു. ഇപ്പോൾ ഇത്രയും ചെയ്തു. ഇത്രയും ചേഞ്ചസ് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് സേവ് ചെയ്യണം. ഇത്ര ഇവിടെ ചേഞ്ചസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ റീഫില്ലെല്ലാം ചെയ്ത് കഴിഞ്ഞു എന്ന് വിചാരിക്കുക. നമ്മളിവിടെ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുന്നു. സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും ഓൾറെഡി ഇപ്പോൾ സേവ്ഡ് ആയിട്ടുണ്ട്. നമ്മളിത് എക്സിക്യൂട്ട് ചെയ്തിട്ടില്ല. ഒന്നുകൂടെ ചെക്ക് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഇവിടെ ഡയറക്റ്റ് എക്സിക്യൂട്ട് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു ഓപ്ഷൻ ചോദിക്കും, ആർ യു ഷുവർ യു വാണ്ട് ദ ഡയറക്റ്റ് എക്സിക്യൂട്ട് ദിസ് റീഫിൽ ഇത് ചോദിക്കുന്നു. ജസ്റ്റ് നമ്മൾ യെസ് കൊടുക്കുന്നു. റീഫിൽ ഓർഡർ എക്സിക്യൂട്ടഡ് സക്സസ്ഫുള്ളി. ഓക്കെ, ഇപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് റീഫിലായിട്ടുണ്ട്. ഓക്കെ കൊടുത്തു. അതിനുശേഷം നമുക്കൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് മെഷീനിൽ വരിക. ഒന്നുകിൽ റീഫിൽ പ്ലാൻ തന്നെ സെലക്ട് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ലൈവ് സ്റ്റോക്കിൽ സെലക്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ അടുത്തേക്ക് മെഷീൻ വേറെയാണ്. സെയിം ഇവിടെ വന്നിട്ട് കാരക്ടേഴ്സ് എഡിസിറ്റി തന്നെ സെലക്ട് ചെയ്യുക. ജസ്റ്റ് ഇവിടെ വന്നിട്ട് നമ്മുടെ മെഷീൻ കാരക്ടേഴ്സ് എഡിസിറ്റി മെഷീൻ എടുക്കുക. അതിൻ്റെ ലൈവ് സ്റ്റോക്ക് എടുക്കുക. ലൈവ് സ്റ്റോക്ക് എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ഓൾറെഡി ചേഞ്ച് ചെയ്തു. ഗ്രീൻ ആയിരുന്നത് നമ്മൾ റെഡായിരുന്നത് ഗ്രീനാക്കി. അതുപോലെ തന്നെ മൂന്നാമത്തേത് ബാഡ് ആംഗിൾ അച്ചാറി ബെസ്റ്റി ആയിരുന്നു, അത് നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ട് ടൊമാറ്റോ ആക്കി. 3 നമ്മൾ എല്ലാം ഫില്ല് ചെയ്തു. എല്ലാം ഇപ്പോൾ 6 to 6 എല്ലാ പ്രൊഡക്ട്സും ഉണ്ട്. ഈ പ്രൊഡക്ട്സ് എല്ലാം നമ്മൾ ഡിലീറ്റ് ചെയ്ത് ജസ്റ്റ് അൺഡു ചെയ്തായിരുന്നു. ഇങ്ങനെയാണ് സംഭവം ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ. റീഫിൽ ചെയ്യാന്നുള്ള കാര്യം ഇത്രയേ ഉള്ളൂ. അതായത് ആദ്യം ERP ആപ്ലിക്കേഷനിൽ പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ചെയ്ത ശേഷം ആ ഓർഡർ വെയർഹൗസിൽ ആഡ് ചെയ്യണം. അതിനുശേഷം സോഫ്റ്റ്വെയറിൽ വെയർഹൗസിൽ ആഡ് ചെയ്ത ശേഷം അവിടുന്ന് മാത്രമേ നമുക്ക് പ്രോഡക്ട്സ് ഈ റീഫിൽ പാർട്ണർ ആപ്പ് യൂസ് ചെയ്ത് നമുക്ക് മെഷീനിലേക്ക് ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ റീഫിൽ പാർട്ണർ ഉപയോഗിച്ചിട്ടുള്ള മെഷീൻ റീഫിൽ ചെയ്യാനുള്ള ട്യൂട്ടോറിയൽ.
താങ്ക് യു.